ഗൈസ്, ഞാനിന്ന് 2 സാധനങ്ങൾ അൺബോക്സ് ചെയ്യുവാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ച കുറച്ച് കോസ്മെറ്റിക്സ് ആണ്. ഇതാണേ ഫോക്സ്ടെയിലിൻ്റെ വൈറ്റമിൻ സി ബ്രൈറ്റനിങ് സെറമാണ്. ഇത് രാത്രി ഇട്ടുകൊണ്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയ്ക്കും എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് ഡാർക്ക് സ്പോട്ട് ഒന്നും ഇല്ല, പക്ഷേ എനിക്ക് നൈറ്റ് കെയർ റുട്ടീൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത്. ഫോക്സ്ടെയിലിന് ഇപ്പോൾ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉണ്ട്, അതുകൊണ്ടാണ് ഫോക്സ്ടെയിലിൻ്റെ സാധനം മേടിച്ചത്. ഇതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ 300 താഴെ ഉള്ളൂ. പിന്നെ സെറമൊക്കെ ഭയങ്കര വിലയാണ് എപ്പോഴും. അപ്പം ഈ ഫോക്സ്ടെയിൽ കുഴപ്പമില്ലാത്തൊരു കമ്പനിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം ഇത് ഉപയോഗിച്ച ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാനിതിട്ടിട്ട് ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ കേട്ടോ. ഇത് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച അത്ര ലെങ്ത് ഒന്നുമില്ല, ഇത് കുറച്ചേ ഉള്ളൂ എന്ന് തോന്നുന്നു. എത്രയാണ് വരുന്നത്? ഇതിലുണ്ട് പ്രൈസ്. ഓക്കെ, 249, അതാണ് 300 താഴെയെന്ന് പറഞ്ഞത്. 2026 വരെ ഇത് ഉപയോഗിക്കാം. 24.9 രൂപയാണ് ഒരു ml. ടോട്ടൽ എത്ര ml ഉണ്ട്? 10 ml ഉള്ളൂ. ശരിയാ, 249 ആണല്ലോ 10 ml. 10 ml എന്ന് പറഞ്ഞാൽ പെടുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഇത് രാത്രി അപ്ലൈ ചെയ്തിട്ട് കിടക്കാൻ പറ്റും. ഓക്കെ, അപ്ലൈ 1 to 2 pumps ആഫ്റ്റർ ക്ലെൻസിങ് ഓൺ ഫേസ് ആൻഡ് നെക്ക് ആൻഡ് പാഡ് ജെന്റ്ലി. അപ്പോൾ എനിക്കൊരു ജെന്റിൽ ഫോം ക്ലെൻസർ ഉണ്ട്, ഞാൻ ഒന്ന് മേടിച്ചത്. അപ്പോൾ അത് യൂസ് ചെയ്തതിന് ശേഷം 1 to 2 pumps ആഫ്റ്റർ ക്ലെൻസിങ് ഓൺ ഫേസ്. ജസ്റ്റ് 1 to 2 പമ്പ് ചെയ്തിട്ട് എന്തുവാണ് നെക്കിലും പിന്നെ പാക്ക് ചെയ്യണം എന്നാണ് പറയാം. പാച്ച് ടെസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. 6 months ഒട്ടിച്ചിട്ട് 6 മാസത്തിനകത്ത് ഉപയോഗിച്ച് തീർക്കണം കേട്ടോ. കണ്ണിലൊന്നും കൊണ്ട് ഇടാനൊന്നും പാടില്ല. ഓക്കെ, ഇനി നമ്മുടെ രണ്ടാമത്തെ വലിയ ബോക്സ് തുറക്കാം. ഇതൊക്കെയാണ് സാധനങ്ങൾ, നോക്കാം. വവിൻ്റെ സ്കിൻ സയൻസ് വൈറ്റമിൻ സി ആൻഡ് നിയാസിനമൈഡ് ബ്രൈറ്റനിങ് ഫോമിങ് ഫേസ് വാഷ്. ഓക്കെ, ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ മുഖത്ത് സോപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സോപ്പെന്ന് വെച്ചാൽ അറിയാമല്ലോ, കുറച്ച് എക്സ്ട്രാ ഡ്രൈ ആക്കും സ്കിന്നിന്. പക്ഷേ ഇപ്പോൾ ഡവ് ആണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അത് മോയ്സ്ചറൈസിങ് സോപ്പാണ്. എന്നിരുന്നാലും മുഖത്ത് സോപ്പ് ഉപയോഗിക്കേണ്ട, ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിക്കും. അത് വവു എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒന്ന് മേടിക്കാൻ കാണാൻ അത്യാവശ്യം റേറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ പാരബൻസ്, സൾഫേറ്റ്സ്, സിലിക്കോൺസ് ഒന്നും ഇല്ല, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് മുഖത്ത് ഫേസ് വാഷായിട്ട് അപ്ലൈ ചെയ്തിട്ട് ക്ലെൻസർ യൂസ് ചെയ്തിട്ട് സെറം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്ലെൻസർ മാത്രം ഉപയോഗിച്ചിട്ട് സെറം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ നമുക്കൊരു ബ്രഷ് പോലത്തെ സാധനമുണ്ട്, അതുകൂടെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. ഇതിൽ ഫോർമുല, അത് സ്ട്രെങ്ത് നിയാസിനമൈഡ്. ഓക്കെ, ഹൗ ടു ഡാമ്പൻ ഫേസിന് ജസ്റ്റ് ഒന്ന് ഫേസ് ഇത് നനച്ചിട്ട് കുറച്ച് ടൈനി എമൗണ്ട് പമ്പ് ചെയ്ത് സെൻറ്റി മസാജ് ബ്രഷ് സർക്കുലർ സ്ട്രോക്സ് ഇത് വെച്ച് തന്നെ വെച്ച് കഴിയാൽ മതി. റിൻസ് ആൻഡ് പാഡ് ഡ്രൈ. അതും ഇതുപോലെ തന്നെ ഡ്രൈ ചെയ്യണം. നമ്മൾ തുടച്ചെല്ലാം പാറ്റ് ചെയ്താണ് ഡ്രൈ ചെയ്യേണ്ടത്. ഫേസ് ബ്രഷ് ആഫ്റ്റർ നമ്മൾ യൂസ് ചെയ്തിട്ട് ഈ ബ്രഷ് ഇടയ്ക്കിടയ്ക്ക് കഴുകണം എന്നാണ് ഓരോ തവണയും യൂസ് ചെയ്തതിന് ശേഷം. പിന്നെ ഇതിൽ ഈ പറഞ്ഞതുപോലെ എന്താണ് പ്യൂരിഫൈഡ് വാട്ടറാണ് മെയിൻ കോമ്പണൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ കുറേ കോമ്പണൻസ് ഉണ്ട്. എസെൻഷ്യൽ ഓയിൽ, ഓറഞ്ച് ഓയിൽ, അലൻടോയിൻ, ലെമൺ എസെൻഷ്യൽ ഓയിൽ, ഓറഞ്ച് എസെൻഷ്യൽ ഓയിൽ, നിയാസിനമൈഡ്, വൈറ്റമിൻ B3. ഓക്കെ, പിന്നെ USA ഫോർമുലേറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇത് 30 മാസം ഇത് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത്. 30 മാസം ആകുമ്പോൾ എത്ര 2.5 വർഷമോ 2.5 വർഷം ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ 2.5 വർഷം എന്ന് വെച്ചാൽ ഇത് പൊട്ടിച്ചിട്ടായിരിക്കത്തില്ല, ഈ ഡേറ്റ് വെച്ചിട്ട് ബോട്ടിൽ കളയരുതെന്ന് പറയുന്നു. റീയൂസ് ചെയ്യാണ്, റീഫിൽ പാക്ക് മേടിക്കുകയാണ്. ഓക്കെ, ഇത് കൊള്ളാം കേട്ടോ, ബോട്ടിൽ കളയേണ്ട, റീഫിൽ പാക്ക് മേടിക്കാമെന്ന് പറയും. ഓക്കെ, പിന്നെ ഇത് കൊള്ളാമെന്നൊരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൽ അത്രയൊക്കെ തന്നെ ഉള്ളത്. അയ്യോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കമ്പനിയാണ് റീക്വൽ, പക്ഷേ ഇച്ചിരി കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം പോൺസിൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് നല്ല സാധനമായിരുന്നു. അപ്പോൾ അത് തീരാറായി. ഇനിയിപ്പോൾ ഞാൻ തൊട്ട് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിരിക്കുന്നതേ ഉള്ളൂ, കുറച്ച് ഉപയോഗിക്കുന്നത്. ഇതും റീക്വൽ നല്ല പ്രോഡക്റ്റുകളാണ് ഇറക്കുന്നത്. അപ്പോൾ ഇത് ഡെർമറ്റോളജിക്കൽ ടെസ്റ്റാണ്. 100 grams ക്രീമി ഫോർമുല സ്യൂട്ടബിൾ നോർമൽ ടു ഡ്രൈ സ്കിൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഇനിയിപ്പം എൻ്റെ അത് തീർന്നതിന് ശേഷം ഇതായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ സെറമൈഡ്, ഹൈലൂറോണിക് ആസിഡ്. അപ്പോൾ എൻ്റെ സ്കിൻ എന്ന് വെച്ചാൽ കുറച്ച് ഡ്രൈ ആണ്, പക്ഷേ ഭയങ്കര ഡ്രൈ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മോയ്സ്ചർ നന്നായിട്ട് ലോക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുടെ വേണം. ലോക്സ് ഇൻ മോയ്സ്ചറൈസർ, റെസിസ്റ്റൈസിങ് സ്കിൻ സോഫ്റ്റ് ആൻഡ് സപ്പിൾ. ഓക്കെ, ക്രീമി ഫോർമുലേഷൻ ആയിട്ടാണ് ഇത് മേടിച്ചത്. നോൺ ഗ്രീസിയാണ്, നോൺ കോമ്പഡോജനിക് ആണ്, സേഫ്റ്റി ടെസ്റ്റ്, പാരബൻ ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ്സ് എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക, കണ്ണിലൊന്നും ഇത് പോകരുത്, സൺലൈറ്റ് ഒന്ന് മാറ്റി വയ്ക്കണം, കൂൾ പ്ലേസിൽ വെച്ചിരിക്കണം കേട്ടോ. പിന്നെ എന്താണ് ഒരു ബാരിയർ ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. സ്കിൻ കോംപ്രമൈസ് ബാരിയർ ഡീപ്ലി നറിഷ് ചെയ്യുമെന്ന് പറയുന്നു. പിന്നെ ഇതിലും കുറേ കോമ്പണൻസ് ഉണ്ട്. പിന്നെ മാജിഫെറ ഇൻഡിക്ക മാങ്കോ ഒക്കെ കൊടുത്തിരിക്കുന്നു. ഓക്കെ, ജെല്ലി മസാജ് ആണ്, റിക്വയർമെൻറ്റ് ക്ലീൻ ആൻഡ് ഡാം സ്കിൻ. ഇത് അതുപോലെ ജസ്റ്റ് നനച്ച സ്കിന്നിലാണ് അല്ലെ, ഫോളോ വിത്ത് സൺസ്ക്രീനും ഡേറ്റ് 2 നേരം ഉപയോഗിക്കാമെന്നുള്ളത്. രാത്രി നമ്മളിത് ഉപയോഗിക്കാം, രാവിലെ ഉപയോഗിക്കാം. പിന്നെ ഈ റീക്വൽ എന്താണ് സയൻറ്റിസ്റ്റ് സേഫ്റ്റി ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. റീക്വൽ നല്ല കമ്പനിയാണ് കേട്ടോ. ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് ഒന്നും കാണുന്നില്ല. ഓക്കെ, 295 ആണ് ഇതിൻ്റെ എമൗണ്ട് വന്നിട്ട്. 100 grams ആണ് വരുന്നത്. ഇതിൻ്റെ തന്നെ മോയ്സ്ചറൈസർ അല്ലാതെ സൺസ്ക്രീൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും മേടിച്ചിട്ടില്ല, അതൊരു ദിവസം മേടിച്ച് നോക്കാം. അപ്പം ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. അപ്പോൾ നിങ്ങൾക്ക് സ്കിൻ കെയർ റുട്ടീനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വേണ്ട 3 സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഫേസ് വാഷ് വേണം. പിന്നെ എസെൻഷ്യൽസ് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു മോയ്സ്ചറൈസറും സൺസ്ക്രീനുമാണ്. മോയ്സ്ചറൈസർ അത്യാവശ്യം നല്ല മോയ്സ്ചറൈസർ മേടിക്കും. പോൺസിൻ്റെ നല്ല മോയ്സ്ചറൈസറാണ്. ഇപ്പം അതല്ല കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ ബയോട്ടിക്കിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട്. ബയോട്ടിക്ക് നല്ലതാണ്, നല്ല മണമാണ് ബയോട്ടിക്കിന്. പിന്നെ കുറച്ചുകൂടെ തണുപ്പാണ്. പോൺസിൻ്റെ നല്ല തണുപ്പാണ്. അപ്പോൾ ഇതിട്ടിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. വവിൻ്റെ ഫേസ് വാഷ്, അതായത് ഒരു ഫേസ് വാഷ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അല്ലാതെ വേറെ ഏതൊരു കമ്പനിയുടെ ഒരു തവണ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ കറക്റ്റായിട്ട് എനിക്കത്ര ശരിയായില്ല എന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ വവിൻ്റെ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ ഇതൊക്കെയാണ്. റീക്വൽ, വവിൻ്റെത്, പിന്നെ ഫോക്സ്ടെയിലിൻ്റെ
ഇത്ര സാധനങ്ങളാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ടാറ്റാ.